السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ, നമ്മളെ ഇന്നത്തെ സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ഈ ഒരു സമയം നമ്മുടെ അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സെഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നോമ്പിന്റെ എന്താണ് റമദാൻ മാസത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് നോമ്പിന്റെ ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ടുഡോ ലിസ്റ്റിൽ എഴുതി വെക്കേണ്ട കാര്യം. അതായത് നമ്മൾ ഓരോ ദിവസത്തേക്കും ജേണലുകൾ തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ റമദാൻ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് റമദാൻ എന്ന് പറയുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? റമദാൻ എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം തന്നെയാണ് അല്ലെ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ അലസമായി ജീവിച്ചിരുന്ന നമ്മളെ എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് ഒരു പുതിയ ഒരു എന്താ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഈ റമദാൻ എന്ന് പറയുന്നത്. യുദ്ധക്കളത്തില് ജയിക്കുന്നതിനേക്കാളും ശക്തനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ദേഷ്യം വരുന്നും അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വന്തം ശരീരത്തോട് ജിഹാദുൻ നഫ്സിൽ വിജയിക്കുന്ന ആളുകളാണ് ഏറ്റവും ശക്തരായിട്ടുള്ളവര്. നമ്മുടെ നോമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സമയമാണ്. ഒരു യുദ്ധക്കളത്തില് പോരാട്ട വീരത്തില് മല്ല യുദ്ധത്തില് വിജയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ശക്തി എനർജി ഒക്കെ വേണം. അതിനേക്കാളൊക്കെ പ്രയാസമാണ് ദേഷ്യം വരുന്ന സമയത്ത് സ്വയം കൺട്രോൾ ചെയ്യാൻ എന്നതും ഹദീസിന്റെ മറ്റൊരർത്ഥാണ് അല്ലെ. ദേഷ്യം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഒരുപാട് ആ ഒരു നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ആ ചിലപ്പം ആ ഒരൊറ്റ നിമിഷത്തിൽ നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനമായിരിക്കും ഒരുപാട് വലിയ ഭവിഷ്യത്തിലേക്ക് മാറ്റുന്നത്. പല കാരണങ്ങളും ഉണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സ്വയം നിയന്ത്രണം ഇല്ലാത്ത സമയത്ത് നമ്മൾ സങ്കടങ്ങളിൽ അകപ്പെട്ടു പോകുന്ന സമയത്തും ആത്മനിയന്ത്രണം അല്ലെങ്കിൽ പല തെറ്റുകളിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നുണ്ട്. നമ്മുടെ ജീവൻ വരെ വെടിയാൻ ഉള്ള കാരണമായിട്ട് ആ ഒരു സമയം മാറുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പരിചയപ്പെടുത്തിയത്. ഏറ്റവും വലിയ ശക്തനായിട്ടുള്ളവന് ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നോമ്പിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഭക്ഷണം, വെള്ളം, പാർപ്പിടം അതൊക്കെ ആണല്ലേ. ഈ ഭക്ഷണം വെള്ളമൊക്കെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം. മനുഷ്യർ ജീവിക്കണമെങ്കിൽ ആവശ്യമുള്ള സാധനം. പക്ഷെ ആത്മനിയന്ത്രണം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനുഷ്യന്മാരെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് വികാരങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് അല്ലെ. അപ്പം അതുപോലെ തന്നെ ഏറ്റവും ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ അടക്കി നിർത്തേണ്ട ഒരു കാര്യമാണ് സെക്സ്. അപ്പം ഹലാലായിട്ടുള്ള സ്വന്തം ഇണയോട് ഹലാലായിട്ടുള്ള പ്രതിഫലം നൽകുന്ന ഈ സെക്സിനെ പോലും റമദാൻ നോമ്പിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും ഫോഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഹറാം അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ അടിസ്ഥാനമായിട്ടുള്ള നോമ്പുകാരനായിട്ടുള്ള ഒരാൾക്ക് ഭക്ഷണവും വെള്ളവും ഹറാമാണെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ആത്മനിയന്ത്രണം പരിശീലിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണങ്ങളിൽ നമുക്ക് ഹറാമായതുണ്ട്. ഈ ഹറാമായ ഭക്ഷണം വിളമ്പുന്ന ഒരു വേദിയിൽ നമുക്ക് നിർബന്ധ സാഹചര്യത്തിൽ പങ്കെടുക്കാം. പക്ഷെ ആ ഭക്ഷണം നമുക്ക് കഴിക്കാതിരിക്കാം. ചില അത്രയും നിർബന്ധിതമായ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിപ്പെട്ടാലും നമുക്ക് അത് കഴിക്കാതിരുന്നാൽ മാത്രം മതി. അവിടെ പോകുന്നത് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അവിടെ എത്തിപ്പെട്ടത് കൊണ്ട് നമ്മൾ കുറ്റക്കാരാവുന്നില്ല. അതേ സ്ഥാനത്ത് ഏറ്റവും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു വികാരം എന്ന് പറയുന്നത് സെക്സിനെ കുറിച്ച് പറയാൻ കാരണം വ്യഭിചാരത്തിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രായപൂർത്തിയായവരോട് വിവാഹം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കഴിവില്ലാത്തവരോട് നോമ്പ് അനുഷ്ഠിക്കാനാണ് പറഞ്ഞത്. ഇവിടൊക്കെ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുന്ന നേരം ഈ നോമ്പുകാരൻ എന്തുണ്ടാവും? അത്രയും ആത്മനിയന്ത്രണം ഉണ്ടാകും എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആത്മനിയന്ത്രണം പരിശീലിപ്പിക്കുന്ന ഒരു സമയമാണ് നോമ്പ് എന്ന് പറയുന്നത്.
നമ്മളെ അടുത്തേക്ക് ഒരാള് കലഹത്തിന് വരികയാണെങ്കിൽ, നോമ്പുകാരനായിരിക്കാം നമ്മളെ അടുത്ത ഒരാള് കലഹത്തിന് വരികയാണെങ്കിൽ അവരോട് കലഹിക്കാതെ ഞാൻ ഇന്ന സായിമ ഞാൻ നോമ്പുകാരനാണെന്ന് പറയാനാണ് റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഈ നോമ്പ് ഇത്രയേറെ നമ്മളെ പരിശീലിപ്പിക്കുന്ന നോമ്പിന്റെ നമ്മള് നമ്മുടെ ഏറ്റവും വിശപ്പും ദാഹവും ഒക്കെ നമ്മൾ സഹിച്ചുകൊണ്ട് ഓരോ ദിവസം നമ്മൾ തള്ളി നീക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിഫലങ്ങൾ എന്തെങ്കിലും ചോർന്നു പോകുന്ന കുറെ അവസരങ്ങൾ ഉണ്ടാവും. അത് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ടല്ലേ. അപ്പം ആദ്യത്തെ നോമ്പിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം തന്നെയാണ്. അതായത് നമ്മള് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാവാം, ഇതെല്ലാം വർജിച്ച് നമ്മൾ നോമ്പിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങളാണ്. ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ പണം മാത്രമല്ല നമ്മുടെ ദാനധർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് പുഞ്ചിരിക്കുന്നത് പോലും സദഖയാണെന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ വാക്കും പ്രവർത്തനങ്ങളും ഒക്കെ എന്തായിരിക്കണം? ഒരു ധർമ്മമായി മാറണം അല്ലെ. അതൊക്കെ ഒരു സദഖയായിട്ട് മാറണം. അപ്പൊ നമ്മളെ ഉള്ളം ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റും. ഈ പരിശുദ്ധ റമദാൻ മാസത്തെ സ്വീകരിക്കുന്ന ഒരു സമയത്ത് അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ പറയുന്നത്. അതേ സമയത്ത് പറയാണ് ഖുർആൻ 70ഓളം സൂറത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഹിഫ്ളാക്കിയ സഹാബിയാണ്. പിന്നെ ആദ്യമായിട്ട് മക്കയില് കബാലയത്തിന്റെ അടുത്ത് നിന്നിട്ട് സൂറത്തു റഹ്മാൻ പാരായണം ചെയ്തെന്നാണ്. അതിന്റെ പേരിൽ ഒരുപാട് മർദ്ദന ഏറ്റുവാങ്ങേണ്ടി വന്ന സഹാബാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഒരിക്കല് റമളാനെ കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, റമളാൻ ഇത്രയേറെ ഖുർആനൊക്കെ ഉള്ളിലുള്ള അത്രയും നല്ല രീതിയിൽ എത്രയും ഖുർആൻ ഹിഫ്ളൊക്കെ ആക്കിയ ഒരു സഹാബി പറയുന്നുണ്ട്, മറ്റൊരാളോടുള്ള എന്തെങ്കിലും ഒരു വെറുപ്പോ ദേഷ്യമോ ഒരു അണുമണി തൂക്കെങ്കിലും ഞങ്ങളുടെ ഒന്ന് ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക റമളാനെ സ്വീകരിക്കാൻ ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളം ക്ലിയർ ആക്കണം. റമളാൻ എന്ന ആ ഒരു ഏറ്റവും പ്യൂരിറ്റിയിലുള്ള ഏറ്റവും പവിത്രമായ ആ മാസത്തെ സ്വീകരിക്കാൻ നമ്മുടെ ഉള്ളം വിശാലമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാനുള്ളതെല്ലാം ഫോർഗീവ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പും ദേഷ്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു പാല് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്നുകൂടെ ശ്രദ്ധിക്കൂലേ, അതിലെന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ പാല് നമ്മൾ അതിലേക്ക് ഒഴിക്കൂ. കാരണം അതിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ഈ പാലിലേക്ക് അത് ചേർന്ന് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ റമളാന്റെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഒരു അതിന്റെ ഒരു നിർവൃതി അതിന്റെ ഒരു നൂറ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാന് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഉള്ളത്തെ നമ്മൾ ക്ലീൻ ചെയ്യുക. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ദാനങ്ങള് അത്രയധികം ധർമ്മങ്ങൾ നൽകിയ സമയമായിരുന്നു റമദാൻ എന്നുള്ളത്. അത് നമ്മളെ കൊണ്ട് കഴിയുന്ന പണമായാലും നമ്മുടെ നല്ല വാക്കുകള് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ഒരു പുഞ്ചിരി നൽകുന്നത് ഇതെല്ലാം ദാനധർമ്മത്തിൽ പെടും. ഇങ്ങനെയുള്ള ഒരു ദാനധർമ്മങ്ങൾ നമ്മൾ ശീലിക്കുക. ഒരു ദിവസം നമുക്കൊരു ഒരു രൂപ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദിവസവും ചെയ്യാം. അപ്പൊ അതൊക്കെ നമ്മൾ ഓരോ ദിവസവും ശ്രദ്ധിക്കുക. ചില സമയങ്ങളിൽ നമ്മളെ വീടുകളിൽ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൊടുക്കും. എന്നാൽ റമദാന്റെ ഓരോ ദിവസങ്ങളും നിങ്ങൾ ഇങ്ങനെ ഒരു നിയ്യത്തോട് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്യുകയാണെങ്കിൽ, അതായത് മറ്റുള്ള ഒരാളെ സഹായിക്കുക, അതും ധർമ്മമാണല്ലോ അല്ലെ. നമുക്ക് ശാരീരികമായിട്ട് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സഹായിക്കാം. അങ്ങനെ സഹായിക്കുന്നതും ഒരു ധർമ്മത്തിന്റെ 10 രൂപ ആണെങ്കിലോ അല്ലെങ്കിൽ 1 രൂപ ആണെങ്കിലോ ദിവസവും അത് എന്ത് ചെയ്യുക, ഞാന് ഈ ഒരു നീയത്ത് വെച്ചിട്ട് നമ്മൾ റമദാനെ മുൻനിർത്തിയിട്ട് റമദാനിലെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആ ധർമ്മം ചെയ്യാം. അത് നമ്മുടെ ഓരോ ദിവസങ്ങളിലേക്കും നമ്മൾ കൊണ്ടുവരാം. ഇന്ന് സമൂഹത്തിൽ ദാനധർമ്മം എന്ന് പറയുന്നേരം നമുക്ക് റമദാന്റെ മറ്റൊരു കാര്യമാണ് എമ്പതി. എമ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിശപ്പും ദാഹവും ഒക്കെ സഹിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ പട്ടിണിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഡൽഹിയിലും ഗസയിലൊക്കെ ഉള്ള ഈ പട്ടിണി കിടക്കുന്ന ഭക്ഷണം ഇല്ലാതെ വലയുന്ന ആളുകളെ നമ്മൾ കേൾക്കലുണ്ട്.
കേൾക്കുന്ന സമയത്ത് നമുക്ക് ഈ വിശപ്പ് എന്ന് പറയുന്നത് അത് മനസ്സിലാവുന്നില്ല. എന്നാൽ കാണുന്ന സമയത്ത് എന്താവും, അത് കുറച്ചും കൂടെ നമുക്ക് എഫക്ട് ചെയ്യും അല്ലെ. ഏതൊരു കാര്യവും നമ്മൾ കേൾക്കുന്നതിനേക്കാളും എഫക്റ്റ് ആണ് കാണുന്നത്. അതുകൊണ്ടാണ് ഗസയിലുള്ള ഓരോ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുന്ന സമയത്ത് ജനരോഷങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. എന്തിന്? ആ ഒരു അവരുടെ അധിനിവേശത്തിനെതിരെ ഉള്ളത്. വിയറ്റ്നാം യുദ്ധകാലത്ത് അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അന്ന് യുദ്ധത്തിന്റെ ഭീകരതയിൽ ഒരു കുട്ടി ഓടുന്നുണ്ട്, വസ്ത്രമൊന്നും ഇല്ലാതെ ഓടുന്ന ഒരു ഫോട്ടോ ഒരു ഫോട്ടോഗ്രാഫർ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു ഫോട്ടോ കാരണമായിട്ട് ആ അമേരിക്കയിൽ പോലും അമേരിക്കന്റെ ഉള്ളിൽ തന്നെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ഈ യുദ്ധം നിർത്തുന്ന സാഹചര്യത്തിലേക്ക് അവരെത്തുകയും ചെയ്യുന്നുണ്ട് ആ ഒരൊറ്റ ഫോട്ടോ കാരണം. എന്നാൽ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ എമ്പതി എന്ന് പറയുന്നത് കുറഞ്ഞേ വരികയാണ്. ഗസയിലൊക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, അത് കാരണം ഒരുപാട് ആളുകൾ ഇതിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ പോലും അത് പഴയ പോലെ സഹാനുഭൂതി എന്ന് പറയുന്ന ആ ഒരു സംഭവം മനുഷ്യ മനസ്സുകളിൽ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ് റമദാൻ നോമ്പ് എന്ന് പറയുന്നത്. അതായത് ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതെ നമ്മൾ നിൽക്കുന്ന സമയത്ത് വിശപ്പിനെ കുറിച്ച് നമ്മൾ കേട്ട സമയത്തും വിശപ്പിന്റെ ചിത്രത്തെ നമ്മൾ കാണുന്ന സമയത്തേക്കാളും അത് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. അത് ഏതൊരു കാര്യം അങ്ങനെ തന്നെ അല്ലേ. നമ്മൾ മറ്റുള്ള ഒരാളുടെ സങ്കടങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമുക്കതൊരു കേൾക്കുന്ന ഒരു കഥ പോലെ അത് ഫീൽ ചെയ്യും. എത്രമാത്രം എമ്പതിയോട് കൂടെ തന്നെ നിങ്ങൾ കേൾക്കുകയാണെങ്കിലും ആ അനുഭവിച്ച ആള് അതിന്റെ ഒരു പകുതി മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഒരു രോഗിയുടെ വേദന നമ്മളടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അനുഭവിക്കുന്നതിന്റെ അത്രയും എത്തൂല ഒരിക്കലും നമ്മൾ അത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ. അപ്പം ഈ ഒരു എമ്പതി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ റമദാൻ കാരണമാകുന്നുണ്ട്. കാരണം ഈ വിശപ്പും ദാഹവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഭക്ഷണം ഇല്ലാത്തതിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും പാഠങ്ങൾ റമദാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു ദാനധർമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്യുന്നത്, ഒരു നല്ല വാക്ക് പറയുന്ന ഒരു പുഞ്ചിരിയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു രൂപയെങ്കിലും സദക്ക കൊടുക്കുന്നതോ നമ്മൾ പ്രതിഫലേച്ഛയോടെ ആഗ്രഹിച്ചിട്ട് തന്നെ കൊടുക്കണം. ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂലി കിട്ടുക എന്നുള്ളതല്ല. റമദാനെ മുൻനിർത്തിയിട്ട് നമ്മൾ അതിന് പ്രതിഫലം കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് കൂലി കൂടുതലായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റമദാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന എന്താണ്? ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അത് ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്. ഖുർആൻ എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹു നൂറ് സമാവാതി വല്ല, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശാണ്. ഖുർആൻ ആ പ്രകാശത്തിൽപ്പെട്ടതാണ് അല്ലെ. ആ പ്രകാശം മനുഷ്യരാശിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന്, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കുള്ള ഖിയാമത്ത് നാള് വരെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഹിദായത്ത് നൽകുന്ന, നേർമാർഗം കാണിക്കുന്ന, തഖ്വക്ക് നമുക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ആ നൂറ്, ആ പ്രകാശം, ആ ഖുർആൻ അവതരിക്കപ്പെട്ടത് റമദാൻ മാസത്തിലാണ്. അപ്പൊ ഖുർആനിന്റെ മാസമാണ് റമദാൻ. ഖുർആനുമായിട്ടുള്ള ആത്മബന്ധം നമ്മൾ ഒന്നുകൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതും നിലനിർത്തേണ്ടതുമായ മാസമാണ് റമദാൻ. നമ്മൾ റമദാനിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വർജിക്കുന്നുണ്ട്. എന്നാൽ റമദാന് ശേഷമുള്ള അവസ്ഥ അത് തുടരേണ്ടതുണ്ടല്ലേ. അപ്പൊ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ എന്തായാലും റമദാനിൽ അധികരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഖത്മുകൾ ഓതുന്നതാണ്. ഖുർആൻ ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയമെങ്കിലും ഖുർആന് വേണ്ടി മാറ്റി വെക്കാതിരിക്കുന്നവര് പരാജയത്തിൽ തന്നെയാണ്. അവർക്ക് നോമ്പുണ്ടോ എന്ന് ചോദിച്ചാല് ഭക്ഷണപാനീയങ്ങള് ഉപേക്ഷിക്കൽ കൊണ്ട് മാത്രം, നിങ്ങൾ ആത്മനിയന്ത്രണം ഇല്ലാതെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൽ കൊണ്ട് മാത്രം നിങ്ങൾക്ക് നോമ്പുകാരൻ, അങ്ങനത്തെ നോമ്പ് അള്ളാഹു താലക്ക് വേണ്ടെന്ന് പറഞ്ഞത്. അള്ളാഹു പറയുന്നുണ്ട് നോമ്പ് എനിക്കുള്ളതാണെന്ന്. മറ്റൊരമലിനെ കുറിച്ചും അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല.
നോമ്പ് അള്ളാഹുവിനുള്ളതാണ്. എല്ലാ അമലുകളും അള്ളാഹുവിന് വേണ്ടിയാണ് അല്ലെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ നിസ്കാരാണെങ്കിലും ദാനധർമ്മങ്ങളാണെങ്കിലും ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അള്ളാഹു താലാക്ക് വേണ്ടിയാണ്. എന്നാൽ നോമ്പിനെ കുറിച്ചാണ് നോമ്പ് അത് എനിക്കുള്ളതാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. എന്നാല് ഇതേ നോമ്പ് ഭക്ഷണപാനീയങ്ങൾ വർജിക്കൽ കൊണ്ട് മാത്രം നിങ്ങൾ നോമ്പുകാരനാകുന്നില്ല. അങ്ങനത്തെ നോമ്പ് അള്ളാഹു താലാക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു ദിവസത്തില് നമ്മള് ഒരു നിശ്ചിത സമയമെങ്കിലും ഖുർആന് വേണ്ടി മാറ്റി വെക്കാത്തത് ഉണ്ടാവാൻ പാടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ റമളാനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിഫ്ള് പരിശോധിക്കായിരുന്നു. റസൂല് ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതിക്കൊടുക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുകയും ചെയ്യാനോ. റസൂല് വഫാത്താവുന്നതിന്റെ മുമ്പത്തെ റമളാനില് 2 തവണ അത് ആവർത്തിച്ചിട്ടുണ്ടായി, 2 തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത റമളാനിലേക്ക് ചിലപ്പോൾ ഞാൻ ഉണ്ടാവാൻ സാധ്യതയില്ല ഉള്ള രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം 2 പ്രാവശ്യം ഹിഫ്ള് ജിബ്രീൽ അലൈഹിസ്സലാം പരിശോധിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഖത്മുകൾ തീർക്കുന്നത്. ഖുർആൻ മുഴുവനായിട്ടും പാരായണം ചെയ്ത് തീർക്കുമ്പോഴാണ് ഒരു ഖത്മ് വരുന്നത് അല്ലേ. അത് നമ്മുടെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നമുക്ക് ക്ഷീണം ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാവാം. എന്നാലും അതിന്റെ ഇടയിലെങ്കിലും നമ്മൾ മാക്സിമം ഖത്മുകൾ തീർക്കണം. അതുപോലെ തന്നെ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു ആയത്തെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് കയറാൻ കാരണമാകുന്നുണ്ടോ എന്ന് നമ്മൾ പരീക്ഷിക്കണം. എങ്ങനെ നമുക്ക് ഈ ഒരു പരീക്ഷണം നടത്താൻ പറ്റും? ഖുർആനിന്റെ ആ അതിന്റെ ഉള്ളില് അടങ്ങിയിരിക്കുന്ന ആ ഒരു സത്ത അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഖുർആനിന്റെ ആശയം പഠിക്കാൻ ശ്രമിക്കണം. ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു സമയം ഏറ്റവും ചെറിയ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, ആ ഒരു സൂറത്തിനെങ്കിലും ആശയം നമ്മൾ പഠിക്കാൻ ഒരൊറ്റ ആയത്ത് ഒരു ദിവസം പഠിച്ചാൽ മതി. അതിന്റെ വിശകലനങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. കഴിയുന്നിടത്ത് നിന്നെങ്കിലും നമ്മൾ ഖുർആനുമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് തന്നെയാണ്. ഖുർആൻ പാരായണം ഒരു ഹർഫിന് 10 ഹസനത്തിന്റെ പ്രതിഫലം വരുന്നുണ്ട് അല്ലേ. ഓരോ ഓരോ ആയത്തുകളും നമ്മൾ ഓതുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം ഇങ്ങനെ ഇരട്ടി ഇരട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനേക്കാളും നമ്മുടെ ഖുർആന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കാരണമാവണം. ഖുർആനിലുള്ള ഒരായത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്തിന്റെ ഒരു ഭാഗമോ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കാരണമാകാൻ നമ്മൾ ഖുർആനുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ഈ റമദാൻ മാസത്തിൽ തുടങ്ങിയെങ്കിലും വെക്കണം. പിന്നെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നതാണ്. നമ്മുടെ സക്കാത്ത്, സ്വതക്കകൾ സക്കാത്ത് കൊടുക്കുന്നതൊക്കെ റമദാൻ മാസത്തിൽ ഇത്രയേറെ പ്രതിഫലം നൽകുന്നത് നമ്മുടെ സഹോദര്യ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങള്, നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ നമ്മൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകണം എന്നതുകൊണ്ടാണ്. കാരണം നമ്മളിലുള്ള സക്കാത്ത് കൊടുക്കാൻ അർഹരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, അത് നമ്മളെക്കാളും സക്കാത്ത് സ്വീകരിക്കാൻ അർഹരായ ആളുകളിലേക്ക് എത്തിക്കുക. അവിടെ സഹോദര്യ ബന്ധം നിലനിർത്തല്ലേ നമ്മള്. ഇല്ലാത്തവനെ നമ്മൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മളൊരു ആത്മബന്ധം അതിലൂടെ നമ്മുടെ കടമയാണ് ചെയ്യുന്നത്. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കണം, അത് ഉറപ്പാണ് അല്ലെ. ആ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിരിക്കെ നമ്മൾ ആൾക്ക് അത് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു സ്നേഹബന്ധം ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. അപ്പം സാഹോദര്യ ബന്ധങ്ങൾ നിലനിർത്തുക. ആരെങ്കിലും ആയിട്ട് നമ്മൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് അവരുമായിട്ട് അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പറഞ്ഞു തീർക്കുക. നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ബന്ധങ്ങളിലുള്ള വിള്ളലുകളൊക്കെ ഫിക്സ് ചെയ്ത് നല്ല ഊഷ്മളമായ ബന്ധം നിലനിർത്തണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മള് ഒരാൾക്ക് ഫോർഗീവ് ചെയ്ത് പുറത്തു കൊടുക്കുന്ന സമയത്താണ് അള്ളാഹു നമ്മൾക്ക് പുറത്തു തരുന്നത് അല്ലെ. നിങ്ങൾ മറ്റുള്ളവർക്ക് നമ്മൾ മനുഷ്യരിൽ ഗുണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഫോർഗീവ് പുറത്തു കൊടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നു അള്ളാഹു പറയുന്നത്.
അപ്പം നമ്മുടെ ഉള്ളില് ആരെങ്കിലും നമുക്ക് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ അവർക്ക് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഫോർഗീവ് ചെയ്ത് തരാൻ അത് കാരണമാവും. കാരണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ആ ഒരു അനുഗ്രഹങ്ങള്, ആ ഒരു അതിനുള്ളൊരു ശുക്ർ ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ഒരു പോരായ്മക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും പരാതി പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബിന് ശുക്ർ ചെയ്യുന്നതിന് പകരം നമ്മൾ ധിക്കാരം പ്രവർത്തിക്കുന്നുണ്ട്. അത്രയൊന്നും ശരിക്കും നമ്മള് മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാവില്ല. ചിലപ്പോ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്തു കൊടുത്ത ഒന്നോ രണ്ടോ സഹായത്തിന്റെ പേരിലായിരിക്കും അവര് നമുക്ക് ചെയ്യാത്തതിന്, തിരിച്ചു ചെയ്യാത്തതിന് നമുക്ക് അവരോട് ദേഷ്യം വരിക, അല്ലെങ്കിൽ വെറുപ്പ് വരിക, അല്ലെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും ഒരൊറ്റ പ്രവർത്തനത്തിന്റെ പേരിലായിരിക്കും നമ്മുടെ ഉള്ളില് വെറുപ്പ് കൊണ്ട് നമ്മൾ നടക്കുന്നതും ഫോർഗീവ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതും. അപ്പൊ റബ്ബുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ റബ്ബ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഫോർഗീവ് ചെയ്തിരുന്നു. റബ്ബിന്റെ കാരുണ്യം ഇല്ലെങ്കിൽ നമ്മളൊരാളും ആ സ്വർഗം ആഗ്രഹിക്കാൻ പോലും നമ്മൾ കാരണമാകുന്നില്ലല്ലേ. അപ്പം നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും ഫോർഗീവ് ചെയ്ത് കൊടുക്കാനുള്ളതുണ്ടെങ്കിൽ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. റബ്ബ് അത് കാരണമായിട്ട് നമുക്കും ഫോർഗീവ്നെസ് നൽകട്ടെ. അപ്പം ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തിലും ഒരു നിശ്ചിത സമയം കണ്ടെത്തി ഖുർആന് പാരായണത്തിന് ശ്രമിക്കുക. അതുപോലെ തന്നെ ഖുർആന്റെ ആശയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസ്മിയുടെ ആശയമെങ്കിലും നമ്മൾ ഈ റമളാനിൽ പഠിച്ചെടുക്കുക. സാഹോദര്യ ബന്ധങ്ങൾ നിലനിർത്തുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റമളാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ് തറാവീഹ് നിസ്കാരം. അപ്പം തറാവീഹ് നമസ്കാരം, രാത്രി നിസ്കാരത്തിന് ഒരുപാട് പ്രതിഫലം കൂടുതലായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. രാത്രി നിസ്കാരം എന്ന് പറയുന്നത് ശരിക്കും റമദാനിൽ മാത്രമുള്ളതല്ലല്ലോ അല്ലെ. തറാവീഹ് മാത്രമാണ് റമദാനില് പ്രത്യേകമാക്കപ്പെട്ട സുന്നത്ത്. എന്നാൽ രാത്രി നിസ്കാരങ്ങൾ എന്നാണ് ഇതിന് റസൂൽ പറഞ്ഞിട്ടുള്ളതും. രാത്രി നിസ്കാരങ്ങളുടെ പ്രതിഫലം സത്യവിശ്വാസികള് അവർക്ക് കഴിയുമെങ്കിൽ രാത്രി നിസ്കാരം പതിവാക്കിക്കൊള്ളട്ടെ. അതിൽ തഹജ്ജുദ് ഉണ്ട്, വിത്ർ ഉണ്ട്, ഇതൊക്കെ റമദാന് മുമ്പേ ഉള്ളതാണ്. റമദാൻ അല്ലാത്ത കാലങ്ങളിലും സുന്നത്താക്കപ്പെട്ടുള്ളത് തന്നെയാണ്. എന്നാല് റമദാനില് പ്രത്യേകമായിട്ട് ഇതിനൊക്കെ പ്രതിഫലം പറയുന്നുണ്ട്. തറാവീഹ് നമസ്കാരം അത് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ട്. അപ്പം അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ നിസ്കാരത്തിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് നിസ്കരിക്കണം. അതുപോലെ പള്ളിയിലേക്ക് പോകേണ്ടവരെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് പോകാൻ നിർബന്ധിക്കലിന് നിർബന്ധമാണ്. കാരണം പള്ളിയുമായിട്ടുള്ള ആത്മബന്ധം നിലനിർത്തുക എന്നതാണ് അടുത്തതായിട്ട് റമദാന്റെ ഒരു ലക്ഷ്യം വരുന്നത്. തറാവീഹ് നമസ്കാരം നമ്മുടെ നിർബന്ധിതമല്ലെങ്കിൽ പോലും സുന്നത്തായ കാര്യമാണ്. ഒരു കാരണവശാലും അത് ഉപേക്ഷിക്കാതിരിക്കുക. പിന്നെ അടുത്തൊരു റമദാനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പള്ളിയുമായിട്ടുള്ള ആത്മബന്ധം നിലനിർത്തുക. നമുക്ക് അവസാനത്തെ 10ലൊക്കെ ഒരുപാട് ആളുകൾ പള്ളിയിൽ രാത്രിയും പകലൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഇഷായിനും ഫജറിനും സുബഹിക്കും ജമാഅത്തിന് പോകുന്നതിന് പ്രത്യേകം പ്രതിഫലം പറയുന്നുണ്ട്. അർഷിന്റെ തണല് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ് ഇഷായിനും സുബഹിക്കും പള്ളിയിൽ ജമാഅത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുന്ന ആളുകൾ. അപ്പൊ അത് നമ്മൾ പരിശീലിപ്പിക്കുക. അതുപോലെ തന്നെ മാക്സിമം നമ്മളെ പള്ളിയുമായിട്ടുള്ള അള്ളാഹുവിന്റെ ായിട്ടുള്ള ആത്മബന്ധങ്ങൾ നിലനിർത്തുക വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിലെ റമളാനുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ ഒരു കാര്യമാണ് ദുആ. ദുആന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് അദ്കാറുകൾ അധികരിപ്പിക്കുക എന്നുള്ള കാര്യം. സൂറത്തുൽ ബഖറയിലാണ് റമളാനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ പറയുന്നത്. ആ ആയത്തിനോടനുബന്ധിച്ച് അള്ളാഹു പറയുന്ന കാര്യമാണെന്ത്? ദുആകള്, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന മാസമാണ് റമളാനിലെ. ഓരോ നോമ്പുകാരന്റെ പ്രാർത്ഥനക്ക് പ്രതിഫലം ഉണ്ടല്ലേ. അതിന്റെ ഇടയിൽ അള്ളാഹുവിനും നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിന്റെ ഇടയിൽ മറയില്ല. അപ്പം റമദാൻ മാസത്തിന്റെ ദിവസങ്ങളിൽ ഫുൾ അതുണ്ട്. പിന്നെ അതിലും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തിന് മുൻപ്. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു സമയത്ത് എന്തുണ്ട്? ദുആക്ക് പ്രത്യേക ഉത്തരണ്ട്. അങ്ങനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരണ്ടെന്ന് പറയുന്ന സമയവും, അതുപോലെ അദ്കാറുകള് സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം, അതുപോലെ ഓരോ പത്തിലും നമ്മളോട് ചെല്ലാൻ പറയുന്ന ഓരോ ദിക്റുകള്, റഹ്മത്തിന്റെ പത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ദിവസങ്ങളോടെല്ലാം റമദാൻ കഴിഞ്ഞിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ നമുക്കൊരു ക്ലാസ് വെക്കണം ഇൻഷാ അല്ലാഹ്. റഹ്മത്ത് അല്ലാഹുമ്മ അർഹംനി യാ അർഹമുർ റഹീമീൻ, നമ്മൾ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ അദ്കാറുകള് നമ്മള് ഒരു ദിവസത്തിൽ ഇത്ര എണ്ണെന്നെങ്കിലും നമ്മൾ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. അദ്കാറുകള് ദിവസവും ചെല്ലുന്ന, രാവിലെ ചെല്ലുന്ന അദ്കാറുകള്, വൈകുന്നേരം ചെല്ലുന്ന അദ്കാറുകള്, ഇതൊക്കെ ചെല്ലുക. ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരണം, നമ്മൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന സമയം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന ഒരു ദിവസം റമദാനിൽ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോമ്പിന് ആ ഒരു പട്ടിണി കിടക്കൽ മാത്രമേ ഉള്ളൂ, അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പാവുകയില്ല. അതുപോലെ നമ്മുടെ കണ്ണ് കൊണ്ടും കാത് കൊണ്ടും ഹറാമായ കാര്യങ്ങളെ കുറിച്ച് കേൾക്കലും കാണലും നമ്മുടെ നോമ്പിനെ വിഫലമാക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കണ്ണിനും എല്ലാ അവയവങ്ങൾക്കും, കണ്ണിന്, മൂക്കിന്, നാക്കിന്, ത്വക്കിനൊക്കെ നോമ്പുണ്ട്. അപ്പൊ ഈ നോമ്പൊക്കെ കിട്ടുന്ന ആളുകൾക്ക് മാത്രം ഹൃദയത്തിന്റെ നോമ്പ് കിട്ടും. ഹൃദയത്തിന്റെ നോമ്പ് കിട്ടിയാൽ മാത്രമേ അത് നമ്മുടെ ആത്മാവിന്റെ, നമ്മുടെ റൂഹിന്റെ നോമ്പായി മാറുകയുള്ളൂ. അപ്പം ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ദാനധർമ്മങ്ങള് നമ്മുടെ വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നത്. അവിടെ നമ്മൾ വളരെയധികം ചിന്തിച്ചിട്ട് വേണം ഓരോ വാക്കുകളും നമ്മളിൽ നിന്ന് വരാൻ. റമദാൻ മാസത്തില് ഒരു വാക്ക് പോലും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്നും വരാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കാഴ്ചകള്, നമ്മള് മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു, ചിലപ്പോൾ നമ്മളൊരു സ്നാക്ക്, നമ്മൾ ലേഡീസ് ആണല്ലോ എപ്പോഴും ശ്രദ്ധിക്കുക, എന്തെങ്കിലും റെസിപ്പിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കും, പക്ഷെ അത് സ്ക്രോൾ ചെയ്ത് ഒരുപാട് സമയങ്ങൾ നീങ്ങിപ്പോകും. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഒരു കടിഞ്ഞാണിടണം അല്ലെ? ഈ ഫോൺ എടുക്കുന്നതിനാണെങ്കിലും നമ്മൾ എടുത്ത് നോക്കിപ്പോയാൽ പോലും അന്നപ്പോൾ അത് നിർത്താൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ കാഴ്ചകളിൽ ഹറാമുകൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ നോമ്പിനെ സ്വീകരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആത്മനിയന്ത്രണം, നമ്മുടെ എല്ലാ വികാരങ്ങളെയും നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടാണ് റമദാനിനെ സ്വീകരിക്കേണ്ടത്. പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദാനധർമ്മങ്ങളായിരുന്നു. പിന്നെ ഖുർആനുമായിട്ടുള്ള ബന്ധമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. പിന്നെ സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത്, തറാവീഹ് നമസ്കാരം, പള്ളിയുമായിട്ടുള്ള ആത്മബന്ധം നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. അദ്കാറുകള്, ദുആകള് നമ്മളെ ഓരോ ദിവസത്തിൽ ഓരോ നിമിഷത്തിലും അധികരിപ്പിക്കാം. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഓരോ ലൈഫിലും ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ എന്നത് നമ്മൾ എഴുതി തന്നെ വെക്കണം. എഴുതി വെച്ചിട്ട് ഇത്ര സമയം ഖുർആൻ ഓതും. പിന്നെ ധർമ്മങ്ങളാണെങ്കിൽ നമ്മൾ പണം മാത്രമല്ല ഒരിക്കലും സ്വതക്ക എന്ന് പറയുന്നത്. അപ്പൊ ഓരോ കാര്യത്തിന്റെയും എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നവർക്കാണ് റമദാന്റെ ഏറ്റവും അന്തസത്തയായിട്ടുള്ള തഖ്വ ലഭിക്കുക. ഈ തഖ്വ നേടുക എന്നതാണ് ഓരോ നോമ്പും നമ്മളോട് ഓരോ നോമ്പുകാരനും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ തഖ്വ നേടിയെടുക്കലാണ്. അതിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയണമെങ്കിൽ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നമ്മൾ റമദാനെ മുൻനിർത്തി പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് തന്നെ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാല ഹൃദയനാണ്, ഏറ്റവും അത്രയേറെ റഹ്മാനാണ്, റഹീമാണ് അല്ലെ? ഈ റഹ്മത്തിന്റെ പത്തില് അള്ളാഹിന്റെ ആ കാരുണ്യത്തെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്ക് നൽകും. ചോദിക്കുന്നത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെ? എന്റെ അടിമ എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നത് എനിക്ക് എത്രയേറെ ഇഷ്ടമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പം അള്ളാഹിന്റെ റഹ്മത്തിന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ അള്ളാഹ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്ന തിരുത്താം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഇൻഷാ അള്ളാ നമ്മുടെ സമയം ഇവിടെ കഴിയാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമാണത്. അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടോ. ഒക്കെ ഇപ്പൊ കട്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ തന്നെ ഡിസ്കഷൻ വെക്കാം. നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് എഴുതിയിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ റമദാനെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റമദാനായിട്ട് മാറ്റണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.